നമസ്കാരം. കഴിഞ്ഞ കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് ഈ ലൈവ് പരിപാടിയിൽ കാണാനുള്ള സാഹചര്യം ഉണ്ടായത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മറുനാടൻ മലയാളിയിലെ ഷാജൻ സ്കറിയയും അതുപോലെ തന്നെ ഹർഷാദ് ബിരിയാണ്ടി അവർ തമ്മിലുള്ളൊരു ചർച്ച ഏതാണ്ട് ഒരു 3 എപ്പിസോഡുകളിലായി മറുനാടൻ മലയാളി പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ഏതാണ്ട് എനിക്ക് തോന്നുന്നൊരു 3 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന 3 എപ്പിസോഡുകളിലായിട്ടുള്ള ഒരു വലിയ വർത്തമാനമാണ് അവർ തമ്മിൽ നടത്തിയത്. ഒരുപാട് കാര്യങ്ങൾ അതിൽ പരാമർശിച്ചിട്ടുണ്ട്. ഒരുപാട് വിഷയങ്ങൾ അതിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു 3 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന വളരെ തുടർച്ചയായിട്ടുള്ള ഒരു എപ്പിസോഡാണ്. എനിക്ക് തോന്നുന്നത് മറുനാടനിൽ ഇതുവരെ ഇത്രയും ദീർഘമായ ഒരു അല്ലെങ്കിൽ 3 എപ്പിസോഡുകളുള്ള ഇത് വന്നിട്ടുണ്ടോ പോലെ എനിക്ക് സംശയമാണ്. ആ രീതിയിലായിരുന്നു അതിൻ്റെ 3 എപ്പിസോഡ് ഉണ്ടായത്. അപ്പൊ അതുകൊണ്ട് തന്നെ മിക്കവാറും പല ആളുകളെ സംബന്ധിച്ച് അവർ എത്രത്തോളം അത് കണ്ടിട്ടുണ്ട്. ചില ആളുകൾ അതിൻ്റെ ക്ലിപ്പിങ്സ് ആണ് കൂടുതൽ കണ്ടത്. അഡ്വർടൈസ്മെന്റിന്റെ ക്ലിപ്പിങ്സും ഒക്കെയാണ് കുറെ ആളുകൾ കൂടുതൽ കണ്ടത്. ചില ആളുകൾ അത് സമ്പൂർണ്ണമായിട്ട് കണ്ടിട്ടുള്ള ആളുകളുണ്ട്. അപ്പൊ അതിൽ ഈ ചർച്ച തുടങ്ങുമ്പോൾ തന്നെ ശ്രീമാൻ ഷാജൻ അതിനെ കുറിച്ചിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. എന്താണ് ഈ ചർച്ച തുടങ്ങാനുള്ള കാരണം? ആ തുടങ്ങാനുള്ള കാരണം ഷാജൻ പറയുന്നതിന് നിങ്ങൾ കേൾക്കും. എന്താ കൂടെ നിന്ന് ആരംഭിക്കാം. ഇതിന്റെ മകനും CPM-ന്റെ സമുന്നത നേതാക്കളായ PK ബിജുവും തോമസ് ഐസക്കും ചില ഇടനിലക്കാരുമൊക്കെ ഉൾപ്പെട്ട വലിയൊരു കഥയായതുകൊണ്ട് തന്നെ അതിന് സാമൂഹ്യ പ്രസക്തിയുണ്ടെന്നും ഇത്തരം നേതാക്കളുടെ ചതിയിൽപ്പെട്ട് ആരുമിനി സ്വന്തം ജീവിതം നഷ്ടപ്പെടുത്തരുതേ എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് സംസാരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അപ്പൊ ഇതാണ് അതിന്റെ തുടക്കം. അപ്പൊ ഏതാണ്ട് ഒരു 3 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഈ ചർച്ചകളിൽ പലപ്പോഴും ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ഇടയ്ക്ക് ചർച്ച ചെയ്യപ്പെടേണ്ടി വന്ന മമ്മൂട്ടിയുടെ പരാമർശം ഒരു 3 മിനിറ്റ് പോലും ഇല്ല. ആ 3 മണിക്കൂറിനകത്ത് ഒരു 3 മിനിറ്റ് പോലും മമ്മൂട്ടിയെ കുറിച്ചുള്ള പരാമർശങ്ങൾ ആ സംഭവത്തിൽ ഉണ്ടായിട്ടില്ല. അപ്പൊ ഞാൻ ഏതായാലും കുറച്ച് ദിവസം മുമ്പ് 2-3 ദിവസം മുമ്പ് ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. അപ്പൊ അതിനിടയിൽ ഞാനിപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഞങ്ങൾ ഈ 2 വീലർ വിതരണം ചെയ്യുന്ന പരിപാടികളിലും ലാപ്ടോപ്പ് തയ്യൽ മിഷൻ സ്ത്രീ ശാക്തീകരണ പരിപാടികളുടെ തിരക്കിലായിരുന്നു. അപ്പൊ അതിനിടയിൽ ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. അപ്പൊ ആ ഫേസ്ബുക്ക് പോസ്റ്റ് പുറത്തു വന്നപ്പോൾ ഞാൻ പരിശോധിച്ചപ്പോൾ അതിൽ ഏതാണ്ട് ഒരു 2000-ന് മുകളിൽ അതിൽ കമന്റ്സ് വന്നിട്ടുണ്ട്. 2000-ന് മുകളിൽ. അപ്പൊ ആ കമന്റ്സിന്റെ ഒരു നല്ല ശതമാനവും വളരെ പ്രൊവോക്ക് ചെയ്തുകൊണ്ടുള്ള കമന്റ്സാണ് വന്നിരുന്നത്. അപ്പൊ ഈ കമന്റ്സ് വന്നപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ട് എൻ്റെ സഹപ്രവർത്തകരായിട്ട് ആലോചിച്ചു. കാരണം ഇത് ഈ സാജൻ സക്രിയയും അതുപോലെ ഹർഷാദ് ബിനിയാണ്ടിയും തമ്മിലുള്ള ആ ഡിസ്കഷൻ കണ്ടിട്ടുള്ള ആളുകൾ ഇങ്ങനെ ഇത്രയും ഈ രീതിയിൽ 2000 പേര് അല്ലെങ്കിൽ 2500 പേര് ഒരുമിച്ച് അല്ലെങ്കിൽ അതിൽ കുറേ ആളുകൾ ഒരുമിച്ച് ചേർന്ന് ഈ തരത്തിലുള്ള പ്രൊപ്പഗൻഡ അല്ലെങ്കിൽ ആന്റി രീതിയിൽ വളരെ പ്രകോപനപരമായ രീതിയിൽ എന്നെ പേഴ്സണലായിട്ടൊക്കെ അറ്റാക്ക് ചെയ്യുന്ന രീതിയിലുള്ള തുടർച്ചയായിട്ടുള്ള കമന്റ്സ് വരെയായിരുന്നു. അപ്പൊ ഞാൻ എൻ്റെ സഹപ്രവർത്തകരോട് ചോദിച്ചു, ഇത് നമുക്കൊന്ന് പരിശോധിക്കണമല്ലോ. അങ്ങനെ കഴിഞ്ഞ 2 ദിവസമായി എൻ്റെ പാർട്ടിയുമായി ബന്ധപ്പെട്ട നമ്മുടെ സഹപ്രവർത്തകന്മാർ അവര് ഈ വന്നിട്ടുള്ള ഈ 2500-ഓളം വരുന്ന കമന്റ്സുകളുടെ ഓരോന്നായിട്ട് പരിശോധിച്ചു. ഇവരാരാണ്, ഇവരുടെ പ്രൊഫൈൽ പരിശോധിക്കുമ്പോഴാണ് വളരെ ഞെട്ടുന്ന രീതിയിലുള്ള സംഭവം ഉണ്ടായത്. അതിൽ ഏതാണ്ട് ഒരു 70% അല്ലെങ്കിൽ 80% ആളുകൾ ഫേക്ക് അക്കൗണ്ടിൽ നിന്നാണ് ഈ വിഷയങ്ങൾ കൈകാര്യം ചെയ്തത്. കുറെ ആളുകൾ CPM-ന്റെ ഡയറക്റ്റ് ആയിട്ടുള്ള ആളുകളുണ്ട്. അപ്പോൾ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഭയങ്കര സാധാരണ ഇതിൽ നമുക്ക് എന്നെ പോലത്തെ ഒരാൾക്ക് സംസാരിക്കാൻ വയ്യാത്ത രീതിയിലുള്ള കമന്റ്സും ചീത്തവാക്കുകളും ഒക്കെ കൊണ്ട് നിറയാണ്. അതിനകത്ത് വലിയ പ്രകോപനം ഉണ്ടാക്കുന്ന രീതിയിൽ പോകുന്നു.
അപ്പൊ ഇത് കണ്ടപ്പോ സ്വാഭാവികമായിട്ടും ഇത്രയധികം ആളുകൾ, ഇപ്പൊ കുറെ ആളുകൾ പറഞ്ഞ് എന്റെ അച്ഛനെ എയറിൽ നിർത്തി. നിർഭാഗ്യവശാൽ ആ സമയത്ത് എൻ്റെ കുറെ സഹപ്രവർത്തകരും അറിയാതെ ഇതെന്താണ് വസ്തുത എന്നറിയാതെ മോശം ഭാഷകളൊന്നും ഉപയോഗിക്കാതെ തന്നെ ഇതിന്റെ ഈ ചില കാര്യങ്ങളെക്കുറിച്ച് എന്താണ് നിലപാടുകൾ, മമ്മൂട്ടിയെ കുറിച്ച് അത് മമ്മൂട്ടി അങ്ങനെ നിൽക്കുന്നു ഇങ്ങനെ നിൽക്കുന്നു പറഞ്ഞ് ഒരുപാട് സംഭവങ്ങൾ ആളുകൾ ഈ വിഷയത്തിൽ മുന്നോട്ട് കൊണ്ടുപോയി. അപ്പൊ ഈ വലിയ ഒരു സൈബർ രീതിയിലുള്ള ഈ വലിയ അറ്റാക്ക് എന്താണെന്ന് പരിശോധിച്ചപ്പോഴാണ് ഒരുപാട് കണ്ടെത്തലുകൾ കണ്ടതായിട്ട് വന്നത്. അപ്പൊ ഞാൻ വീണ്ടും ഈ ഷാജിൻ സക്രിയയുടെ ഈ മറുനാടൻ മലയാളിയുടെ ഈ 3 ദിവസത്തെ എപ്പിസോഡ് വീണ്ടും കണ്ട്. ഒരുപാട് സമയം എടുക്കും, 3.5 മണിക്കൂർ സമയം ചെലവഴിച്ചു വേണം അത് കാണാൻ. അതിന്റെ ഓരോ വരികളും ഓരോ സംവിധാനങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് ആർക്ക് വേണ്ടിയാണ് ഇവര് ഈ സംഭവം നടത്തുന്നത് എന്ന് നമുക്ക് സംശയമായിട്ട് തോന്നും. പ്രത്യേകിച്ച് ഈ ഹർഷാദ് ബിരിയാണ്ടി എന്ന് പറയുന്ന ആള്, അദ്ദേഹം തന്നെ പറയേണ്ടത് അദ്ദേഹം പഴയ ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് സെക്രട്ടറി ആയിരുന്നെന്നും ആ പ്രദേശത്തെ ആദ്യത്തെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു എന്നൊക്കെ അദ്ദേഹം ഈ ആമുഖമായിട്ട് തന്നെ ഈ ചർച്ചയുടെ ഏതാണ്ട് തുടക്കത്തിൽ തന്നെ പല ഘട്ടങ്ങളിലായിട്ട് ആ മനുഷ്യൻ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോഴാണ് ഞാൻ എന്താണ് ഇതിന്റെ വസ്തുത, ഇപ്പൊ ഈ എന്തിനു വേണ്ടിയാണ് ഇപ്പൊ അനുഭാവിയായിട്ട് വളർന്നു വന്ന ആളാണ്. അത് മാത്രമല്ല, ഞങ്ങളെ പെരിങ്ങാടി പ്രദേശത്ത് ആദ്യകാലത്ത്, അതായത് 90കളിൽ വളരെ ചുരുക്കം മുസ്ലിംസ് ആണ് പാർട്ടി മെമ്പർമാരായിട്ടുണ്ടായത്. അതിലൊരാളാണ് ഞാൻ. അങ്ങനെയാണ് ഞാൻ എൻ്റെ സുഹൃത്തായ ഷ്യാമിനെ വിളിക്കുന്നത്. നമ്മുടെ ഗോവിന്ദ മാഷ് മകൻ. അപ്പോ ഈ ഇതിന്റെ ഈ രീതിയിൽ അപ്പൊ ഇയാൾ ഞാൻ നോക്കിയപ്പോ ഹർഷാദ് ബിനിയാണ്ടിയുടെ ബാക്ക്ഗ്രൗണ്ട് നോക്കി. അപ്പൊ അയാൾ തന്നെ പറയുന്നുണ്ട് ഞാൻ ഇങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സജീവ ആളായിരുന്നു എന്നുള്ള രീതിയിലുള്ള സംവിധാനങ്ങൾ വന്നു. അപ്പൊ സ്വാഭാവികമായും ഇത്രയും വലിയ ഒരു ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് വളരെ ആസൂത്രണത്തോടു കൂടിയുള്ള ഒരു സൈബർ ആക്രമണം, ആ സൈബർ ആക്രമണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാനുണ്ടായ കാരണത്തെക്കുറിച്ചാണ് ഞാൻ പരിശോധിച്ചത്. ആ കാരണം പരിശോധിക്കുമ്പോഴാണ് ഒരുപാട് ഭയപ്പാടുകളും ഒരുപാട് ദുരൂഹതകളും നിറഞ്ഞ, ഒരുപാട് ഉള്ളിലേക്ക് പോകേണ്ട ധാരാളം കാര്യങ്ങളുള്ളതായി ഈ 3 ഡിസ്കഷനിൽ ഞാൻ കാണുകയുണ്ടായി. ഈ 3 എപ്പിസോഡിൽ പരിശോധിച്ചപ്പോൾ കണ്ടതാണ്. ഏറ്റവും പ്രധാനമായും ഈ ഹർഷാദ് ബിരിയാണ്ടിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട, അദ്ദേഹത്തിന്റെ സഹധർമ്മിണി ആയിരുന്ന മുൻ സംവിധായകയുമായി ബന്ധപ്പെട്ട കുടുംബജീവിതത്തിന്റെ കാര്യങ്ങൾ, സിനിമാ മോഹവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അതൊക്കെ അവിടെ ചർച്ച ചെയ്യപ്പെടുന്ന ആ ഘട്ടത്തിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ തന്നെ ഇദ്ദേഹത്തിനുണ്ടായ ചില പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അത് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെ സമീപിക്കുന്ന സാഹചര്യങ്ങളൊക്കെ സൂചിപ്പിക്കേണ്ടായി. അപ്പൊ ഈ ഹർഷാദ് ബിരിയാണ്ടിയും അതുപോലെ തന്നെ നമ്മുടെ ഇതിലെ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രമായിട്ടുള്ള ശ്രീമാൻ രാജേഷ് കൃഷ്ണ UK കാരനാണ്. UK കാരന് നമ്മുടെ നാട്ടിൽ നിന്ന് പോയി UK ബിസിനസ് ചെയ്യുന്ന ആളാണ്. അത് കമ്മ്യൂണിസ്റ്റുകാരനാണ്. നല്ലതാണെന്ന് എനിക്കറിയില്ല, കമ്മ്യൂണിസ്റ്റുകാരനാണ്. അപ്പൊ ശ്രീമാൻ രാജേഷ് കൃഷ്ണ എന്ന് പറയുന്ന UK കാരനുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളിലേക്ക് വരുന്നു. ഈ ഹർഷാദ് ബിനിയാണ്ടിയുമായി രാജേഷ് കൃഷ്ണയെ പരിചയപ്പെടാനുള്ള സാഹചര്യത്തെക്കുറിച്ച് വളരെ വിശദമായിട്ട് ഇതിൽ സൂചിപ്പിക്കണം. അതിലേക്ക് എത്തുന്നത് ശ്രീമാൻ നമ്മുടെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയായ ഗോവിന്ദൻ മാസ്റ്ററുടെ മകൻ ശ്യാം. ആ ഗോവിന്ദൻ മാസ്റ്ററുടെ മകൻ ശ്യാമും ഈ രാജേഷ് കൃഷ്ണയും അടുത്ത സുഹൃത്തുക്കളാണ്. അങ്ങനെ ഈ രാജേഷ് കൃഷ്ണയെ പരിചയപ്പെടാനുണ്ടായ സാഹചര്യവും പാർലമെന്റ് സന്ദർശിക്കലും അങ്ങനെ കുറെ സംഭവങ്ങൾ ഇതിൽ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടി എല്ലാ തരത്തിലും ഉള്ള സഹായം ഈ ഗോവിന്ദൻ മാഷിന്റെ മകൻ ശ്രീമാൻ ശ്യാം ബന്ധപ്പെടുത്തി കൊടുക്കുന്നത് ഇയാളെ രാജേഷ് കൃഷ്ണയായിട്ടാണ്. രാജേഷ് കൃഷ്ണയുമായി ബന്ധപ്പെടുത്തി കൊടുത്തതിന് ശേഷം നടന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. ഒന്ന് കേട്ടു നോക്കുക, എന്നിട്ട് നമുക്ക് അതിലേക്ക് വരാം. നമ്മുടെ കേരളത്തിലുള്ള ഒരു സീനിയർ പോലീസ് ഓഫീസറും വേറൊരു വ്യക്തിയും ചേർന്നിട്ട് ഒരു സാമ്പത്തിക ഇടപാട് ഉണ്ടായിരുന്നു. അതിൽ ഞാനൊരു മീഡിയേറ്ററായിട്ട് വന്ന ആളാണ്. അത് കുറച്ച് വഷളായ സമയത്ത് അതൊരു വലിയ എമൗണ്ടാണ്.
അത് കാര്യങ്ങൾ ഞാൻ പിന്നീട് പറയാം. പിന്നെ അത് ഒരു കൂടുതൽ വഷളായ ഷ്യാമിന് റോൾ അതിനകത്ത്, അതായത് ശ്യാം ഒരു കേരളത്തിലെ ഒരാളെ സഹായിക്കാൻ, ഒരു കേരളത്തിലെ ഒരു അറിയപ്പെടുന്ന വ്യവസായിനെ സഹായിക്കാന്ന് പറഞ്ഞ് വലിയൊരു കാശ് വാങ്ങി. ആ കാശ് പ്രകാരം ശ്യാമാണ് വാങ്ങിയത്. പക്ഷേ അത് നടന്നില്ല എന്ന് മാത്രമല്ല, നടന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും കാശ് തിരിച്ചു ചോദിക്കുമല്ലോ. ആ തിരിച്ചു ചോദിക്കുന്ന ഒരവസ്ഥയിൽ മീഡിയേറ്ററായിട്ട് വന്ന ആളാണ് എന്നെ. അദ്ദേഹം ഈ കാശ് കൊടുത്ത ആൾ എന്നെ മീഡിയേറ്ററായിട്ട് ഇടുകയും ചെയ്യും. ശ്യാമിൻ്റെ മീഡിയേറ്ററായിട്ട് ഈ രാജേഷ് വരികയും ചെയ്തു. അതായത് കാശ് കൊടുത്ത ആളുടെ മീഡിയേറ്റർ ഷർഷാദ് പോകുന്നു, അതോ കാശ് വാങ്ങിയ ഷ്യാമിന് മീഡിയേറ്ററായിട്ട് രാജേഷ് വരുന്നു. അങ്ങനെയാണ് വീണ്ടും നമ്മൾ ഈ നേരിൽ കാണുന്നത്. അതുവരെ നേരിൽ കണ്ടില്ല. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് നമ്മളൊരു മീഡിയേറ്ററായി അതിനൊരു കോംപ്രമൈസിലെത്തി. അവർ എന്തൊക്കെയോ ചെറിയ കുറച്ച് കാശ് അങ്ങോട്ട് കൊടുക്കാനൊക്കെ പറഞ്ഞു ഏറ്റെടുത്തു. ഒരു അഗ്രിമെൻ്റായി, എന്തൊക്കെയോ കൊടുത്തു. അത് പിന്നെ അങ്ങനെ പോയി. അതിൻ്റെ ഇതൊന്നും കേട്ടില്ല. കാരണം അതൊരു വലിയൊരു ഗെയിമായിരുന്നു. പിന്നെ പുള്ളിക്കും അത്ര വലിയ ഇതിൽ ടേക്കപ്പ് ചെയ്യാനും പറ്റുന്ന ഒരു ചുറ്റുപാടായിരുന്നില്ല. കാരണം പുള്ളി ഒരു അറിയപ്പെടുന്ന ബിസിനസ് മാനാണ്. അപ്പോൾ ഇവരെ തോണ്ടിക്കഴിഞ്ഞാൽ കാശ് പോയി, കുറച്ചെന്തോ തിരിച്ചു കിട്ടി, നല്ലൊരു എമൗണ്ട് പോയി. CPM-നോട് പണിയാവുന്ന അഫ്കോഴ്സ് എന്തായാലും ഫാക്ടറി, പോലീസ് ഓഫീസറുണ്ട്, IPS ഓഫീസറാണ്. പിന്നെ മനസ്സിലായി നല്ല സ്വാധീനമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന് നമ്മളൊരു 2-3 ദിവസത്തെ കണ്ടിന്യൂഷൻ മീഡിയേഷൻ ആയിരുന്നു കോഴിക്കോടും തൃശ്ശൂരൊക്കെ വെച്ചിട്ട്. ഇവൻ്റെ കോൾസ് വരുന്നതും കാര്യങ്ങളൊക്കെ, പിന്നെ അന്ന് സിറ്റിംഗ് മിനിസ്റ്ററായ തോമസ് ഐസക്ക്, സിറ്റിംഗ് പിന്നെ സ്പീക്കറായ മറ്റേ നമ്മുടെ പൊന്നാനിയിൽ ജയിച്ച ഇയാള്, പിന്നെ PK ബിജു, പിന്നെ MP രാജേഷ്, ഇങ്ങനെയുള്ള ആൾക്കാരുടെ ഒക്കെ മെസ്സേജും കാര്യങ്ങളും. അപ്പോൾ ഈ ശ്യാം എന്ന് പറയുന്നത് ഗോവിന്ദൻ മാഷിന്റെ മകനാണ്. അപ്പോൾ ശ്യാം എന്ന് പറയുന്ന ഗോവിന്ദൻ മാഷിന്റെ മകൻ എത്ര കോടി രൂപ വാങ്ങി, ആരിൽ നിന്നാണ് വാങ്ങിയത്, എന്താവശ്യത്തിന് വേണ്ടിയാണ് ശ്രീമാൻ ശ്യാം പൈസ വാങ്ങിയിട്ടുള്ളത്? അതൊരു വലിയ വിഷയമാണ്. കാരണം മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായ ഗോവിന്ദൻ മാഷിന്റെ മകൻ കോടിക്കണക്കിന് രൂപയുടെ വലിയ ഒരു ഇടപാടിൽ കണ്ണിയായി. ആ ഇടപാടിൽ കണ്ണിയാകുന്നതിന്റെ മീഡിയേഷൻ വഹിച്ചിട്ടുള്ള ആളുകളിൽ ഒരാളാണ് ഈ ചർച്ച, മറ്റേ നമ്മുടെ സാജനുമായിട്ട് ചർച്ച നടത്തിയ ആളും, രണ്ടാമത് രാജേഷ് കൃഷ്ണ എന്നറിയപ്പെടുന്ന ആളും. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം അവിടെ നിന്ന് തന്നെ മനസ്സിലാവും ഈ സൈബർ ആക്രമണത്തിന്റെ ആദ്യത്തെ തുടക്കം എന്താണ്, ഏറ്റവും ആദ്യത്തെ കാരണങ്ങൾ എന്താണ്. ഈ രാജേഷ് കൃഷ്ണയെ സംബന്ധിച്ചിടത്തോളം രാജേഷ് കൃഷ്ണ UK ബേസായിട്ട് ബിസിനസ് നടത്തുന്ന ഒരാളാണ്. ഈ രാജേഷ് കൃഷ്ണയുടെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഈ ചർച്ചകളിൽ പറയുന്നുണ്ട്. വലിയ സാമ്പത്തിക സ്ഥിതിയൊന്നും ഇല്ലാതിരുന്ന രാജേഷ് കൃഷ്ണ പിണറായി വിജയന്റെ ഭരണകൂടം ആരംഭിച്ചത് മുതലാണ് ഇയാൾ പെട്ടെന്ന് പണക്കാരനാകുന്നു. ഒരുപാട് ബിസിനസ്സുകളിൽ ഇയാൾ പങ്കാളിയാകുന്നു. ലോക മലയാളി സമ്മേളനം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുടെ പ്രധാനപ്പെട്ട നിയന്ത്രണത്തിലേക്ക് വരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും സമുന്നതരായ നേതാക്കന്മാരുമായി ഒക്കെ അടുത്ത് ബന്ധം വയ്ക്കുന്നു. ഇതൊക്കെ ഈ ചർച്ചകളിൽ വരുന്നുണ്ട്, ഓരോ ആളുകളെ സംബന്ധിച്ച് ചർച്ചയിൽ വരുന്നുണ്ട്. കാരണം നേരത്തെ ഈ രാജേഷ് കൃഷ്ണയും അതുപോലെ തന്നെ നമ്മുടെ ഈ ഷാജൻ ആയിട്ട് ചർച്ച നടത്തുന്ന ഈ ബിനിയാണ്ടിയും തമ്മിൽ ആശയക്കുഴപ്പമുണ്ടായി. അവർ തമ്മിൽ ബിസിനസിന്റെ പ്രോബ്ലംസ് ഉണ്ടായി. ആ ബിസിനസിന്റെ പ്രോബ്ലം ഉണ്ടാകുന്ന സമയത്ത് ബിനിയാണ്ടി അന്നത്തെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായ ശ്രീമാൻ കോടിയേരി ബാലകൃഷ്ണനെ സമീപിക്കുക. അങ്ങനെ കോടിയേരി ബാലകൃഷ്ണനെ സമീപിച്ച് UK കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ CPM-ന്റെ പ്രവർത്തനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ രാജേഷ് കൃഷ്ണ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപാടുകൾ, അഴിമതികൾ, സാമ്പത്തിക ക്രമക്കേടുകൾ, ഇതൊക്കെ അക്കമിട്ട് അടിവരയിട്ട് സൂചിപ്പിക്കുന്നു എന്ന് ഈ ചർച്ചകളിൽ പറയുന്നുണ്ട്. അത് MA ബേബിയെ കാണേണ്ട കാര്യം പറയുന്നുണ്ട്. പല പ്രമുഖരായ ആളുകളുമായി സംസാരിച്ച കാര്യം പറയുന്നുണ്ട്. അപ്പൊ സ്വരാജിനോട് സംസാരിക്കുമ്പോൾ സ്വരാജ് പറയേണ്ട അയാൾ ഫ്രോഡാന്ന് എനിക്ക് അന്നേ മനസ്സിലായെന്ന് പറയുന്നുണ്ട്. അതൊക്കെ ഈ ചർച്ചയിലുണ്ട്, ചർച്ച കാണുന്നവർക്ക് മനസ്സിലാവും. അങ്ങനെ ആ ചർച്ചയിലൂടെ പോകുമ്പോ ഈ ആളുകളെ സംബന്ധിച്ച്, ഇയാൾ ഉള്ള ഇടപാടുകളെ സംബന്ധിച്ച്, ഈ രാജേഷ് കൃഷ്ണയുടെ സ്വാധീനത്തെ സംബന്ധിച്ച് ഈ ബിനിയാണ്ടി സൂചിപ്പിക്കുന്നുണ്ട്. അയാളുടെ ബാങ്ക് ഇടപാട് ഉണ്ടാകുന്നു. ബാങ്ക് ഇടപാടുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇയാൾ നേരെ രാജേഷ് കൃഷ്ണനെ സമീപിക്കുന്നത്.
രാജേഷ് കൃഷ്ണനെ സമീപിക്കുമ്പോൾ നമുക്കറിയാലോ, നമ്മുടെ നാട്ടിൽ വീട്ടിൽ ആരുടെയും പാവപ്പെട്ടവന് വീട് ജപ്തി ചെയ്യാൻ വന്നാൽ ഒരു കാര്യം നടക്കാൻ പോകുന്നില്ല, നമ്മുടെ പെരുവഴിയിലേക്ക് ഇറങ്ങാവുന്ന മാർഗമുള്ളൂ. ഈ ബിനിയാണ്ടിയുടെ പ്രശ്നം വരുന്ന സമയത്ത് രാജേഷ് കൃഷ്ണൻ ഇടപെടുകയാണ്. രാജേഷ് കൃഷ്ണൻ ഇടപെടുമ്പോൾ അന്നത്തെ ധനകാര്യ മന്ത്രിയായിരുന്ന തോമസ് ഐസക് ഈ വിഷയത്തിൽ ഷാമിന്റെ സഹായം ഇല്ലാതെ ആദ്യമായിട്ട് ഞാൻ വിളിച്ചു, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. കാരണം ഓൾറെഡി പറഞ്ഞല്ലോ എനിക്ക്, പുള്ളി തോമസ് ഐസക്കിനെ കൊണ്ട് ബാങ്കിൽ വിളിപ്പിച്ചു. ഇപ്പോൾ ബാബു സാർ എന്ന് പറഞ്ഞ റിക്കവറി ഹെഡ് ഉണ്ട് ഫെഡറൽ ബാങ്കിൽ. പുള്ളി ഇപ്പോൾ റിട്ടയർഡായി, ഫെഡറൽ ബാങ്കിൻ്റെ സീനിയർ മോസ്റ്റ് റിക്കവറി ഹെഡാണ്. പുള്ളിനെ പറ്റി പത്രത്തിലൊക്കെ വന്ന, പുള്ളി നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ പോയിട്ട് എയർക്രാഫ്റ്റ് ജപ്തി ചെയ്ത ആളാണ്. ന്യൂസിലൊക്കെ കാണാം, ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ കാണാം. പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞത്, ഷർഷാദെ, അന്ന് ഞങ്ങൾക്കൊരു കോൺഫറൻസ് കോൾ ഉണ്ടായിരുന്നു, ചെന്നൈയിലെ മാനേജറും എല്ലാവരും കൂടെ. എൻ്റെ കരിയറിൽ ഒരു സ്റ്റേറ്റിൻ്റെ ഫിനാൻസ് മിനിസ്റ്റർ വിളിച്ച് ഒരു ഫേവർ ചോദിക്കുന്നത് ആദ്യമായിട്ടാണ്. അതുകൊണ്ട് ഇനിയിപ്പോൾ നിങ്ങൾ ഹൈക്കോടതിയിൽ നിന്ന് തന്നില്ലെങ്കിൽ നമുക്കിത് നിങ്ങൾക്ക് തന്നേ പറ്റൂ എന്നുള്ള. അപ്പോൾ ഈ തോമസ് ഐസക്കിനെ സംബന്ധിച്ചിടത്തോളം അത്രയും സ്വാധീനമുള്ള ആളാണ് ഈ പുള്ളി. കാരണം ഈ രാജേഷ് കൃഷ്ണ എന്ന് പറയുന്ന ആളും ഈ ബിനിയാണ്ടിയും തമ്മിൽ കൂട്ടുകച്ചവടം നടത്തിയിരുന്നു. ബിനിയാണ്ടിയുടെ ശ്രീമതിയാണ് സിനിമാ സംവിധായിക. ആ സിനിമാ സംവിധായികയും അതുപോലെ തന്നെ ബിനിയാണ്ടിയും രാജേഷും അങ്ങനെയൊക്കെ മുന്നോട്ട് പോകുമ്പോൾ രാജേഷ് നടത്തിയിട്ടുള്ള ഒരുപാട് സാമ്പത്തികമായ ഇടപാടുകളുണ്ട്. ആ സാമ്പത്തികമായ ഇടപാടുകൾ പരിശോധിക്കുമ്പോൾ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് ഞാൻ കാണുന്നത്, ഇപ്പൊ കോടിയേരി ബാലകൃഷ്ണനെ കാണാൻ വേണ്ടി പോയി. കോടിയേരി ബാലകൃഷ്ണനെ കാണാൻ വേണ്ടി പോകുമ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ അതിലിടപെടുന്നു, ആ വിഷയത്തിൽ ഇടപെടുന്നു. ആ വിഷയത്തിൽ ഇടപെട്ട് ഈ രാജേഷ് കൃഷ്ണ അയാളൊരു കുഴപ്പക്കാരനാണ്, അയാളെ മാറ്റി നിർത്തേണ്ടതാണ് എന്ന ചില നിലപാടുകൾ സ്വീകരിച്ചതായിട്ട് ഈ ചർച്ചയിൽ പറയുന്നു. അതിനുശേഷം ഈ രാജേഷ് കൃഷ്ണ നമ്മുടെ ഒരു വാർത്ത ചെയ്തില്ലേ, ഒരു മറ്റേ കൊല്ലത്ത് ഒരു ഇംഗ്ലീഷുകാരനെ കൊണ്ടുവന്നിട്ട് ഒരു പേപ്പർ വേസ്റ്റ് കടൽ ക്ലീനിങ് എന്ന് പറഞ്ഞിട്ട് ഇവൻ UK-ന്ന് ഈ മാത്യു പൗലോക്സിന്റെ കമ്പനിയിൽ നിന്ന് ഇവരെ അക്കൗണ്ടിൽ, അതൊക്കെ ഇപ്പോൾ കോടതി വിളിപ്പിച്ചിട്ടുണ്ട്. ഈ പണ ട്രാൻസാക്ഷൻ ഈ മാത്യു പൗലോസിന്റെ കമ്പനിയിൽ നിന്ന് ഇവളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ നടത്തുക. UK-ന്ന് കാശ് വന്നു കഴിഞ്ഞാൽ പകുതി ഇവന്റെ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. അപ്പൊ ഇത് ഞാൻ നേരത്തെ ഈ ഒരു ക്ലിപ്പിംഗ് ഇട്ടത് ഒരു ബോധപൂർവ്വപ്പെട്ടൊരു ക്ലിപ്പിംഗ് ആണ്. ഈ രാജേഷ് കൃഷ്ണ എന്ന് പറയുന്ന ആള് കോടിയേരി ബാലകൃഷ്ണൻ മാറ്റി നിർത്തിയ ആളാണ്. വളരെ പെട്ടെന്നാണ് ഗോവിന്ദൻ മാഷ് വരുമ്പോ അവര് തമ്മിൽ നല്ല സൗഹൃദം ഉണ്ടാവുക. അങ്ങനെ സൗഹൃദം ഉണ്ടാകുന്ന പശ്ചാത്തലത്തിൽ ശ്രീമാൻ രാജേഷ് കൃഷ്ണ ഗോവിന്ദൻ മാഷിന് UK-ൽ പോയപ്പോ ഈ രാജേഷ് കൃഷ്ണയുടെ വസതിയിലാണ് താമസിക്കുന്നത്. അതും ഇതിനകത്ത് ക്ലിപ്പിങ്ങിലുണ്ട്. രാജേഷ് കൃഷ്ണ താമസിക്കുന്ന വസതിയിൽ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദ മാഷ് താമസിക്കുന്നു. അതെല്ലാ ഇടപാടുകളും ബന്ധപ്പെടുന്നത് ഈ ഗോവിന്ദൻ മാഷിന്റെ മകൻ ശ്യാമുമായിട്ട് ബന്ധപ്പെട്ട വലിയ ഒരു സംവിധാനം ഇങ്ങനെ വർക്കൗട്ട് ചെയ്യാൻ കേരളത്തിലെ എല്ലാ പ്രമുഖരായ നേതാക്കന്മാർ, അതിലിപ്പം മന്ത്രി രാജേഷ് ഉണ്ട്, പഴയ മന്ത്രി ശ്രീരാമകൃഷ്ണനുണ്ട്, പഴയ ഒറ്റപ്പാലം MP ബിജുവിന്റെ പേര് അതിൽ പരാമർശിക്കുന്നുണ്ട്, തോമസ് ഐസക് ഉണ്ട്. എല്ലാ ആളുകളുമായി വലിയ രീതിയിലുള്ള സൗഹൃദമാണ് ഇയാള് സൂക്ഷിക്കുന്നത്. അങ്ങനെ സൗഹൃദം സൂക്ഷിക്കുന്ന ഈ രാജേഷ് കൃഷ്ണക്കെതിരായി ആക്ഷേപവും സാമ്പത്തിക ക്രമക്കേടിന്റെ ആരോപണം ഉണ്ടാകുക. അപ്പൊ ഞാൻ ഈ ഇദ്ദേഹത്തിന്റെ വസതിയിലേക്ക് വന്നിട്ടുള്ള ഇത് പറയുന്ന ആ സംഭവം സംസാരിക്കുന്നതിന് മുമ്പ് വേറെ ചില കാര്യങ്ങൾ സൂചിപ്പിക്കാം. ഈ രാജേഷ് കൃഷ്ണയെ സംബന്ധിച്ചിടത്തോളം രാജേഷ് കൃഷ്ണയും ഈ ബിനിയാണ്ടിയുടെ ശ്രീമതിയും തമ്മിൽ ഉണ്ടാക്കിയിട്ടുള്ള ബിസിനസ്സുകൾ, അല്ലെങ്കിൽ ബിനിയാണ്ടിയും ചേർന്നുണ്ടാക്കിയിട്ടുള്ള ബിസിനസ്സുകൾ, അതിൻ്റെ ഒരുപാട് ഡീറ്റെയിൽ അതിൽ പോകുന്നുണ്ട്. ആ ബിസിനസ് നടക്കുമ്പോൾ ഇതിലേക്ക് പണം ഒഴുകുകയാണ്. UK-യിൽ നിന്നും മറ്റു വിദേശ രാജ്യങ്ങളിൽ നിന്ന് പണം വരുന്നു. ആ വരുന്ന പണം എങ്ങോട്ട് പോകുന്നു,
ആരുപയോഗിക്കുന്നു, ആര് പണമിടുന്നു, ഇതിനൊക്കെ സംബന്ധിച്ച് ഒരുപാട് സംശയങ്ങളുടെ ഇട നൽകുകയാണ്. അവിടെയാണ് നേരത്തെ ഈ പല ചർച്ചകളിലും പുഴു എന്ന് പറയുന്ന സിനിമയൊക്കെ വരുന്നത്. ആ സിനിമയ്ക്ക് വേണ്ടി ശ്രീമാൻ രാജേഷ് കൃഷ്ണ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പൊ സ്വാഭാവികമായും രാജേഷ് കൃഷ്ണ ഈ സിനിമയിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ എന്തിനാണ് സംവിധായികയായിട്ടുള്ള ഈ ബിനിയാണ്ടിയുടെ ശ്രീമതിയുടെ അക്കൗണ്ടിലേക്ക് പണം വരുന്നത്? കാരണം അവർ പ്രൊഡ്യൂസർ അല്ല. അപ്പൊ പണം എവിടെ നിന്ന് വരുന്നു? UK നിന്ന് വരുന്നു, മറ്റു വിദേശ രാജ്യങ്ങളിൽ നിന്ന്, വിവിധ അക്കൗണ്ടുകളിൽ നിന്ന് വിവിധ രീതിയിലുള്ള പണം വരുന്നു. ഈ പണം ആരുടേതാ? ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ പരിശോധിക്കേണ്ടതായ ഏറ്റവും വലിയ സംഭവങ്ങൾ ഈ പുഴ എന്ന് പറയുന്ന സിനിമയിൽ രാജേഷ് മുടക്കിയത് 2 കോടി രൂപയാണ്. 2 കോടി രൂപ അയാളുടെ മുടക്ക് 2 കോടി രൂപയാണ്. അതുപോലെ തന്നെ ഹർഷാദ്, ഈ ബിനിയാണ്ടിയുടെ ഭാര്യ, ഈ വനിതാ സംവിധായിക, അവർക്ക് ആക്സിസ് ബാങ്കില് വൈറ്റില ബ്രാഞ്ചിൽ അക്കൗണ്ട് ഉണ്ട്. സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ തമ്മനം ബ്രാഞ്ചിൽ അക്കൗണ്ട് ഉണ്ട്. കൊടാക് മഹീന്ദ്രയുടെ കാക്കനാട് ബ്രാഞ്ചിൽ അക്കൗണ്ട് ഉണ്ട്. ഈ ബാങ്കുകളിലെ എല്ലാ അക്കൗണ്ടുകളിൽ നിന്നും വിദേശത്തു നിന്ന് പണം വന്നിട്ടുണ്ട്, പണം പുറത്തേക്ക് പോയിട്ടുണ്ട്. ഈ രാജേഷ് വഴി വന്നിട്ടുള്ള പണമാണ്. ഈ പണം മുഴുവൻ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരികയാണ്. ഈ പണം പിൻവലിച്ചു, അത് എങ്ങോട്ട് പോയി? എന്താണ് ഇതിന്റെ ഏർപ്പാടുകൾ? ഈ പണം ആരാണ് കൊടുത്തത്? ഇപ്പൊ ഫെഡറൽ ബാങ്കിന്റെ ചെന്നൈ ശാഖ റോയൽ പേട്ട ബ്രാഞ്ചിൽ നിന്നും ഈ ബിനിയാണ്ടിയുടെ ഭാര്യാപിതാവ്, ആ പുള്ളി ഒരു വസ്തു പണയം വെച്ചിട്ടുണ്ടായി. ഇവരുടെ ബിസിനസ്സിന് വേണ്ടി വെച്ചാണ്. അപ്പോഴാണ് ഈ ബിനിയാണ്ടിയും അദ്ദേഹത്തിന്റെ സഹധർമ്മിണിയായിരുന്ന ഈ സംവിധായകൻ തമ്മിൽ തെറ്റുന്നത്. ആ വ്യവസായത്തിന് പണയം വെച്ചിരുന്നത് ഈ സംവിധായകയുടെ അച്ഛന്റെ സെക്യൂരിറ്റി പ്ലോട്ടാണ്. ആ വസ്തു പണയപ്പെടുത്തിയത് ഏതാണ്ട് 2.2 കോടി രൂപയ്ക്കാണ്. 2.2 കോടി രൂപ. വളരെ പെട്ടെന്ന് തന്നെ ഈ 2.2 കോടി രൂപ കംപ്ലീറ്റ് അടച്ച് ഈ ബിസിനസ് ക്ലോസ് ചെയ്യാം. ഈ പണം എവിടെ നിന്ന് വന്നു? ഈ പണം എവിടെ നിന്ന് വന്നു എന്നുള്ളതാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത്. ഇത് ആരുടെ പണമാണ്? അവിടെയാണ് ഇദ്ദേഹം പറയുന്നുണ്ട് ഗോവിന്ദൻ മാഷ് അവിടെ വീട്ടിൽ താമസിച്ചു എന്നാണ്. അത് ഗോവിന്ദൻ മാഷ് ഈ ആരോപണ വിധേയനായ ഒരുപാട് സംശയങ്ങൾ ഈ സാജൻ സക്രിയയുടെ ചർച്ചകളിൽ വന്നിട്ടുള്ള മരണത്തിന്റെ ശേഷം മാഷ് സെക്രട്ടറിയായി വന്നപ്പോൾ മാഷുടെ മകന്റെ പോരായ്മകൾ വെച്ചും കൊണ്ട് ഇവൻ വീണ്ടും ഉള്ളിക്കേറി. പിന്നെ മാഷ് ഇപ്പൊ UK പോയ സമയത്ത് അവന്റെ വീട്ടിലടക്കം പോയി. മാഷിന്റെ അടുത്ത് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പിന്നെ വീണ്ടും മാഷ് അവന്റെ വീട്ടിൽ തന്നെ പോയിട്ട് താമസിച്ചിട്ട് ആ ഫോട്ടോസ് FBയിൽ ഇവൻ തന്നെ എടുത്തിടുകയാണ്. അപ്പൊ എങ്ങനെ ഉണ്ടാവും? അപ്പൊ വീണ്ടും അവന് പൂർവികാതെ ശക്തിയോടുകൂടെ വന്ന് അപ്പൊ മാഷിക്ക് ഒരിക്കലും ഇത്, കാരണം മാഷിന്റെ മകൻ അവന്റെ ട്രാപ്പില. അപ്പൊ ആ ചർച്ചയിലൂടെ നിങ്ങൾ കേൾക്കും, മാഷിന്റെ മകൻ എങ്ങനെ ട്രാപ്പിലാവുന്നത്? മാഷിന്റെ മകൻ എങ്ങനെ ട്രാപ്പിലാകുന്നു എന്നുള്ളത് നോക്കണ്ടേ? ഈ 2016 മുമ്പ്, അതായത് ശ്രീമാൻ ഈ പിണറായി വിജയൻ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ഈ രാജേഷ് കൃഷ്ണയ്ക്ക് ഒന്നുമില്ല. അദ്ദേഹത്തിന് ഡെപ്പോസിറ്റുകളോ ബാങ്ക് അക്കൗണ്ടുകളോ ബിസിനസ്സുകളോ ഒന്നുമില്ല. പെട്ടെന്ന് ഈ നമ്മളിപ്പോ 2023-24 സംസാരിക്കുമ്പോൾ ഈ ബാങ്ക് അക്കൗണ്ടുകൾ മുഴുവൻ വന്നിട്ടുള്ളത് UK-യും വിദേശ രാജ്യങ്ങളിൽ നിന്ന്. അത് രാജേഷ് കൃഷ്ണ വഴിയാണ്. ആ രാജേഷ് കൃഷ്ണ വീട്ടിലാണ് ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്ന മുമ്പ് ഒന്നുമല്ലാത്ത ഇവൻ, എവിടെയും കേൾക്കുകയും ഒരു ജോലിയും ഒരു ഇതും ഇല്ലാത്ത ഒരാള് ഇത്രയും സ്ഥലങ്ങളിൽ ഇൻവെസ്റ്റ്മെന്റും ഇങ്ങനെ ലാവിഷ് ലൈഫ്. ഇവൻ കണ്ണൂരിൽ നിന്ന് പാർട്ടി കോൺഗ്രസിന്റെ പന്തലിൽ വെച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം ഞാനത് പറയാൻ വിട്ടുപോയി. നീ പാർട്ടിയിൽ ഒരു കംപ്ലൈന്റ് കൊടുത്തിട്ടും കാര്യമില്ല, ഒരാളും എനിക്കെതിരെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവരൊക്കെ ആരാണ്, എന്താണ്, എങ്ങനത്തെ ആൾക്കാരാണെന്നുള്ള എല്ലാ സംഗതി എൻ്റെ കയ്യിലുണ്ട്. അങ്ങനത്തെ സ്ഥലത്ത് കംപ്ലൈന്റ് കൊണ്ടുപോയി കൊടുത്തിട്ട് നിനക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് എന്നോട് ചോദിച്ചു. അപ്പോ ഈ ഇയാള്
ഇയാളെ സംബന്ധിച്ചിടത്തോളം, ഈ രാജേഷ് കൃഷ്ണയെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിലെ ഇന്ന് നിലവിലുള്ള മന്ത്രിമാർ, മുൻ മന്ത്രിമാർ ഒക്കെ ഉൾപ്പെടെയുള്ള ആളുകളുമായി നല്ല സൗഹൃദം വയ്ക്കുകയും, ആദ്യമേ ഞാൻ ഒരു എപ്പിസോഡിൽ കാണിച്ച പോലെ ഇപ്പൊ കൊല്ലത്ത് കടൽ വൃത്തിയാക്കുന്നതിന് വേണ്ടി ഒരു കമ്പനി തുടങ്ങാൻ വേണ്ടി പോയി. അതിനുവേണ്ടി കമ്പനി ഉണ്ടാക്കുകയും, അന്ന് മേഴ്സിക്കുട്ടിയമ്മയായിരുന്നു, ആ കമ്പനിയിലേക്ക് പണം മുടക്കുന്നതിന് വേണ്ടി വിദേശത്ത് പണം വന്നു. അത് നമ്മുടെ ഈ ഷാജിൻ ഉൾപ്പെടെയുള്ള ആളുകൾ അത് പുറത്തേക്ക് കൊണ്ടുവന്ന സാഹചര്യത്തിലാണ് അത് നിന്നുപോയത്. ആ സ്ഥാനത്ത് നിന്ന് പോകുന്നത് അങ്ങനെയാണ്. വലിയ രീതിയിലുള്ള ചർച്ച വന്നു. പെട്ടെന്ന് രാജേഷ് കൃഷ്ണ ബാക്കൗട്ട് ചെയ്യായിരുന്നു. അപ്പൊ രാജേഷ് കൃഷ്ണയുടെ പിന്നിൽ ആരാണ്? അതിന്റെ സാമ്പത്തിക സ്രോതസ് എന്താണ്? കേരളത്തിലെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീമാൻ ഗോവിന്ദൻ മാഷും തമ്മിലുള്ള ബന്ധം എന്താണ്? കോടിയേരി ബാലകൃഷ്ണൻ വിലക്കി മാറ്റി നിർത്തിയ എന്ന് ഈ ബിനിയാണ്ടി പറയുന്ന ഈ രാജേഷ് കൃഷ്ണയെ എന്തിനു വേണ്ടിയാണ് ഗോവിന്ദൻ മാഷ് കൊണ്ടുപോകുന്നത്? ഇദ്ദേഹത്തിന്റെ ചർച്ചയിൽ പറഞ്ഞിട്ടുള്ള ശ്യാമിനെ സംബന്ധിച്ചിടത്തോളം ശ്യാമുമായിട്ടുള്ള ദുരൂഹമായ ഇടപാടുകൾ എന്തൊക്കെയാണ്? തോമസ് ഐസക്ക് ഈ രാജേഷ് കൃഷ്ണ പറയുമ്പോൾ ചാടി 5 മിനിറ്റ് കൊണ്ട് ഇടപെടാനുണ്ടായ സാഹചര്യം എന്താണ്? മന്ത്രി രാജേഷുമായിട്ടുള്ള ബന്ധം എന്താണ്? കേരളത്തിലെ മന്ത്രിമാരുമായിട്ടുള്ള ഈ രാജേഷിന്റെ ബന്ധം എന്താണ്? അതൊക്കെ പരിശോധിക്കണ്ടേ? ഇത് ഹൈക്കോടതിയിൽ കേസുണ്ട്. ഹൈക്കോടതിയിൽ ഈ കേസിനെ സംബന്ധിച്ച് EDയുടെ പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ED വാക്കാൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഈ സംഭവങ്ങൾ. അങ്ങനെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ ബിനാമി, ഇപ്പൊ നമ്മൾ ഈ 3 എപ്പിസോഡ് കണ്ടാൽ മനസ്സിലാകുന്നത്, ഇയാള് ഈ രാജേഷ് കൃഷ്ണ എന്ന് പറയുന്ന ആള് കമ്മ്യൂണിസ്റ്റുകാരുടെ ബിനാമിയാണ്, CPM-ന്റെ ബിനാമിയാണ്. ഗോവിന്ദൻ മാഷിന്റെയും അദ്ദേഹത്തിന്റെ മകൻ ശ്യാമിന്റെയും മറ്റ് ആളുകളുടെയൊക്കെ ബിനാമിയാണ്. അതല്ലേ ഈ 3 എപ്പിസോഡ് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം. ആ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നതിന് പകരം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ സൈബർ ഗുണ്ടകൾ, ആ സൈബർ ഗുണ്ടകൾ വലിയ ആക്രമണം ഒഴിച്ചുവിട്ടില്ലേ? ആ സൈബർ ഗുണ്ടകൾ ഈ വിഷയത്തെ തരംതിരിച്ച് വളരെ ബോധപൂർവം വേറെ ഏതോ ദൃഷ്ടിയിലേക്ക് കൊണ്ടുപോയില്ലേ? അതിനുവേണ്ടിയുള്ള ഫേക്ക് അക്കൗണ്ടുകൾ ഉണ്ടാക്കി വലിയ കുറെ ദിവസങ്ങളായി നടന്ന അധിക്ഷേപങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു ഇത് എന്തൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ പരിശോധനയും ഒക്കെ മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് മനസ്സിലായ മമ്മൂട്ടിയുടെ അക്കൗണ്ടിൽ കളിക്കുകയാണ്. മമ്മൂട്ടിയെ പ്രതി ചേർത്ത് അല്ലെങ്കിൽ മമ്മൂട്ടിയെ പ്രതിക്കൂട്ടിൽ നിർത്തി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ആളുകൾ സൈബർ ഗുണ്ടകളെ ഉപയോഗിച്ച് രക്ഷപ്പെടാനുള്ള ഒരു വലിയ ശ്രമം നടത്തുന്നു. ആ ശ്രമത്തിൽ നിർഭാഗ്യവശാൽ എൻ്റെ സഹപ്രവർത്തകരും അറിഞ്ഞോ അറിയാതെ വീണുപോയിട്ടുണ്ടാകും. ഏതായാലും എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സൈബർ ഗുണ്ടകളുടെ അക്രമത്തിൽ നിന്ന് ഞാൻ ഭയപ്പെടുന്ന ആളല്ല, അതൊന്നും കൂസുന്ന ആളല്ല. കാരണം ഒരുപാട് ഈ വക വിഷയങ്ങളെ അതിജീവിച്ചാണ് പൊതുപ്രവർത്തനത്തിന്റെ ഭാഗമായി ഇവിടെ വരെ എത്തി നിൽക്കുന്നത്. അപ്പൊ ആളുകൾ കേരളത്തിൽ ഇപ്പൊ ചില ആളുകൾ ഇത് സൂചിപ്പിച്ചുകൊണ്ട് ഇതിനകത്ത് എഴുതി വെച്ചുണ്ട് O രാജഗോപാലിന്റെ അനുയായിയാണ്. ഞാൻ O രാജഗോപാലിന്റെ അനുയായിയാണ്. കേരളത്തിൽ ആദ്യമായി നിയമസഭയിലേക്ക് ജയിച്ചിട്ടുള്ള ആളാണ് O രാജഗോപാൽ. ഒരു ജീവിതം മുഴുവൻ പ്രസ്ഥാനത്തിന് വേണ്ടി കൊടുത്തിട്ടുള്ള ആളാണ് O രാജഗോപാൽ. ആ O രാജഗോപാലിന്റെയും KG മാരാരുടെയും അനുയായി എന്ന് പറയാൻ എനിക്കൊരു മടിയില്ല. ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ ചില ആളുകൾ ഇതില് പ്രതികരിക്കുന്നു, ബോധപൂർവം കുറെ ആളുകൾ ഇട്ട് പ്രതികരിക്കുക വിഷയങ്ങളെ സംബന്ധിച്ച്, വിഷയം മാറ്റാൻ. ഇവരെന്തിനാണ് ഈ ആയിരക്കണക്കിന് ആളുകളെ ഉപയോഗപ്പെടുത്തി ഈ വിഷയം തിരിച്ചുവിടാനാണ് ശ്രമമെങ്കിൽ 10,000-കണക്കിന് ആളുകളുടെ മോഹങ്ങളും പ്രതീക്ഷയാണ് നഷ്ടപ്പെടാൻ വേണ്ടി പോകുന്നത്. ഒരുപാട് ആളുകളുടെ പ്രതീക്ഷ നഷ്ടപ്പെടും. അതുകൊണ്ട് സൈബർ പോരാളികളുടെ ഞങ്ങൾ അവരൊന്നും കണ്ടിട്ടില്ല പ്രവർത്തനം തുടങ്ങി. സൈബർ പ്രവർത്തനം നമുക്ക് നന്നായിട്ട് അറിയാം. ഇത് ഞങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ഇപ്പൊ ഇതിന്റെ പോരാത്ത EDയുമായി ബന്ധപ്പെട്ട പോരാത്ത സംവിധാനങ്ങൾ ഇന്ത്യ രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി അമിത്ഷാജിയുടെ മുമ്പിൽ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. കരുത്തനായ ആഭ്യന്തരമന്ത്രി ഇന്ത്യ ഭരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയിട്ടുള്ള ഗോവിന്ദൻ മാഷും അദ്ദേഹത്തിന്റെ ഒപ്പം നിൽക്കുന്ന ഈ ആളുകൾ നടത്തിയെന്ന് ഈ ഇല്ലെങ്കിൽ ഇദ്ദേഹത്തെ പിടിക്കട്ടെ, ഈ ബിനിയാണ്ടി പിടിക്കട്ടെ, അതാണ്ട് മുഴുവൻ വെളിപ്പെടുത്തിയ ആ വെളിപ്പെടുത്തൽ വരുന്ന സമയത്ത് അതിന്റെ ആകെ 3 മിനിറ്റ് പോലും ഇല്ലാതെ മമ്മൂട്ടിയുടെ പിന്നാലെ പോയി വിഷയം മാറ്റിവിട്ടതിന്റെ പിന്നിലുള്ള ഒരു വലിയ സൈബർ ഗുണ്ടകളുണ്ട്.
ആ സൈബർ ഗുണ്ടകളുടെ മുമ്പിൽ ഞങ്ങൾ മുട്ടുമുടക്കാൻ വേണ്ടി പോകുന്നില്ല. ഇത് ബഹുമാനായ ഇന്ത്യ രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രിയുടെ മുമ്പാകെ എത്തിക്കും. കാരണം അത്രയധികം പണമിടപാടുണ്ട്, ബിനാമി ഇടപാടുകളുണ്ട്. പണം വന്ന സോഴ്സുകളെ കുറിച്ച് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്, പണം പോയ സോഴ്സുകളെ കുറിച്ച് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. ഏതായാലും കോടതി ഈ വിഷയത്തിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്, ED ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് ഇതെല്ലാം സത്യം സ്ഫുടം ചെയ്തെടുത്ത പോലെ പുറത്തേക്ക് വരും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എൻ്റെ സഹപ്രവർത്തകന്മാർ എല്ലാവരും ഈ 3 എപ്പിസോഡും സമ്പൂർണ്ണമായിട്ട് കാണണം. ഈ ഷാജന്റെ 3 എപ്പിസോഡും കാണണം. ചില 3 മണിക്കൂറിന്റെ കുറെ സമയം ഉണ്ടായിരുന്നത്. സമയമെടുത്ത് അത് കണ്ട് അത് വിശകലനം ചെയ്ത് അത് മനസ്സിലാക്കി ഇത് ആർക്കെതിരായിട്ടാണ് ഇത് കൊണ്ടുവന്നത്. ഷാജൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ ഇടപാട് പറഞ്ഞുകൊണ്ടാണ് ഈ സാധനം തുടങ്ങുന്നത്. കമ്മ്യൂണിസ്റ്റുകാരനായി ബിനിയാണ്ടിയും പറഞ്ഞ കമ്മ്യൂണിസ്റ്റുകാർക്ക് എതിരായിട്ടാണ്. അപ്പൊ കമ്മ്യൂണിസ്റ്റുകാരും തമ്മിലുള്ള ഇടപാടിനെ കുറിച്ച് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ പറയുമ്പോൾ നമുക്കൊക്കെ മനസ്സിലാവുമല്ലോ. അതിൻ്റെ ഇടയിൽ കാള പറ്റുന്നതായിട്ട് കയറി എടുക്കുകയും ആരുടെയെങ്കിലൊക്കെ പിന്നാലെ പോയി യഥാർത്ഥ വിഷയങ്ങൾ ശ്രദ്ധ മാറാതെ നമുക്ക് കാത്തു സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഭാരതീയമായ സങ്കല്പങ്ങളും ഭാരതീയമായ കൾച്ചറും നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന ഈ ആശയങ്ങളും ഒക്കെ നമ്മളെ ആളുകൾ ഓർമ്മപ്പെടുത്തുന്നതിലും തെറ്റില്ല, നമ്മൾ ചിന്തിപ്പിക്കുന്നതിലും എനിക്ക് തെറ്റുന്നില്ല. ജനാധിപത്യത്തിന്റെ ഭാഗമാണ്. പക്ഷേ ഭയപ്പെടുത്തരുത്, അതിന്റെ ആവശ്യമില്ല. എയറിൽ നിർത്താനുള്ള ശ്രമമോ വേറെ എവിടെയെങ്കിലുമൊക്കെ നിന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്ത് പാർട്ടി പ്രവർത്തനത്തിലോ ബൂത്ത് ഘടകങ്ങളിലോ ഒന്നും വ്യാപൃതരാകാത്ത, ഒരു ഇലക്ഷനിൽ പോലും പങ്കാളിത്തം വഹിക്കാത്ത ആളുകൾ അവർ വലിയ പടച്ചിട്ടണിഞ്ഞ് എന്നോടൊക്കെ ചില ആളുകൾ സൂചിപ്പിക്കുന്നുണ്ട് പഴയ ഇതൊന്നും എടുത്ത് പൊക്കണ്ടാന്ന്. പഴയതങ്ങനെ പൊക്കാതിരിക്കും, തുടർച്ചയാണ് സഹോദര. ഇതിനകത്തൊന്നും ഇടയ്ക്ക് ഗ്യാപ്പില്ല. 5 വയസ്സിൽ ബാലസേനായി തുടങ്ങി ഇന്ന് എത്തി നിൽക്കുന്ന ഈ ഘട്ടം വരെയുള്ള സംഘടനാ പ്രവർത്തനം ഗ്യാപ്പില്ല. ഏതെങ്കിലും സമയത്ത് സംഘടനാ പ്രവർത്തനം നിർത്തണമെങ്കിൽ എന്റെ പ്രസ്ഥാനം നിശ്ചയിക്കും. കാരണം പ്രസ്ഥാനത്തോട് അത്രയും കമ്മിറ്റ്മെന്റ് ആയിട്ട് മുന്നോട്ട് പോകുന്ന ആളല്ല. ചില ആളുകൾ OK വാസുമാഷിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ടായി. ഇതാരായി പറഞ്ഞെന്നറിയില്ല. അവർ ചിന്തിക്കേണ്ടത് 1919 വയസ്സിൽ സംഘപ്രചാരനായിട്ട് കണ്ണൂർ ജില്ലയിൽ പോയതാണ്. ഇവിടെ വളരെ സമാധാനപരമായി ജീവിക്കുന്ന ഒരു പ്രദേശത്ത് നിന്ന് സംഘർഷത്തിന്റെ നടുവിലേക്ക് പോയ ആളാണ് ഞാൻ. അപ്പോൾ വല്ല ആളുകൾ ഈ കൂലിയെഴുത്തുകാരെ പോലെ അഭിപ്രായ പ്രകടനം നടത്തേണ്ട ആവശ്യമില്ല. സൈബർ ഗുണ്ടകളുടെ പിന്നാലെ പോയി കേരളത്തിൽ BJPയെ കളങ്കപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഏതായാലും ഈ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിസ്റ്റുകാർ, പ്രത്യേകിച്ച് ഗോവിന്ദൻ മാഷിന്റെ മകൻ ശ്യാമ്, ഇന്ന് കേരളത്തിലെ കുറെ മന്ത്രിമാർ, അവരുമായി ഒക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വലിയ സത്യമാണ് ബഹുമാനായ മറുനാടൻ മലയാളിയുടെ ഷാജൻ പുറത്തു കൊണ്ടുവന്നിട്ടുള്ളത്. അദ്ദേഹം വളരെ അഭിനന്ദനം അറിയിക്കുകയാണ്. അദ്ദേഹത്തിന്റെ എപ്പിസോഡുകൾ 3 വലിയ എപ്പിസോഡായി പോയതുകൊണ്ട് പലരും കാണാതെ ആകാശത്ത് ഉണ്ടയില്ല വെടിവെച്ചുകൊണ്ടിരിക്കുകയാണ്, കണ്ടറില്ല പലരും. അതൊരു എന്താ പറയാ, ഈ വളരെ വലിയ സംഭവം ആയതുകൊണ്ടായിരിക്കും എല്ലാവരും അത് കംപ്ലീറ്റ് ആയിട്ട് കാണാതെ പോയത്. ഏതായാലും അദ്ദേഹം പുറത്തു കൊണ്ടുവന്നിട്ടുള്ള, അല്ലെങ്കിൽ ഈ ചർച്ചയിലൂടെ പുറത്തു കൊണ്ടുവന്നിട്ടുള്ള ഈ സംവിധാനം ED ഏറ്റെടുക്കും. അതിനനുസൃതമായ നടപടിക്രമങ്ങളിലേക്കുള്ള സാഹചര്യം ഒരുക്കാൻ മുഖ്യ പങ്കാളിത്തം വഹിക്കും. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സജ്ജനങ്ങൾക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും നന്ദി. തീർച്ചയായും നിങ്ങൾ എല്ലാവരും അത് കാണണം, സത്യം മനസ്സിലാക്കണം. ഇവരെ ഈ തരത്തിലുള്ള നമ്മുടെ സമാന്തര സമ്പദ് വ്യവസ്ഥയുമായി മുന്നോട്ട് പോകുന്ന ഈ ആളുകളെ തിരിച്ചറിയാനും കണ്ടെത്താനും നമുക്ക് കഴിയണം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.